നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ആസ്തി ചെറുപ്പക്കാരും കുഞ്ഞുങ്ങളുമാണ്. പക്ഷേ നമ്മുടെ ആ വലിയ ആസ്തിയെ അല്ലെങ്കിൽ നമ്മുടെ ഡെമോഗ്രഫിക് ഡിവിഡൻറ്റിനെ നമ്മൾ എത്ര നന്നായിട്ട് രൂപപ്പെടുത്തി കൊണ്ടുവരുന്നുണ്ട്. അവരെ എക്സലൻ്റ് ആക്കാനും അവരെ പോസിറ്റീവ് ആക്കാനും അവരെ സാധ്യതയുള്ളവരാക്കാനായിട്ട് എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. എല്ലാവരും എല്ലാ സെക്ടറിലുള്ളവരും അവരവരുടെ സ്ഥാപിത താല്പര്യങ്ങളുടെ ബാക്കിയാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരൻ അവൻ്റെ താല്പര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് കുട്ടികളെ നന്നാക്കാനിരിക്കുകയാണ്. മതം അവരുടെ താല്പര്യങ്ങളെല്ലാം സംരക്ഷിച്ചതിന് ശേഷം കുട്ടികളിലേക്ക് പോകാനിരിക്കുകയാണ്. വിപണിക്കാണെങ്കിൽ പ്രത്യേകമായ താല്പര്യങ്ങളുണ്ട്, വിദ്യാഭ്യാസത്തിന് അതിനേക്കാൾ ഏറെ താല്പര്യങ്ങളുണ്ട്. അപ്പോൾ എന്തിനും മാതാപിതാക്കൾക്ക് പോലും പലപ്പോഴും കുട്ടികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി രൂപാന്തരപ്പെടാൻ കഴിയുന്നില്ല. അവരവരുടെ വ്യക്തി താല്പര്യങ്ങൾ പലതും ചെയ്തതിന് ശേഷം കുട്ടികളെ സമീപിക്കാനായിട്ടിരിക്കുകയാണ്. ഇത് കുട്ടികളുടെ വളർച്ചയെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കും, വളരെ നെഗറ്റീവായിട്ട് അത് ഇമ്പാക്റ്റ് ചെയ്യും. നമ്മൾ ചൈൽഡ് സെൻറ്റേർഡ് എന്നൊക്കെ പറയുന്നെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ ചൈൽഡ് സെൻറ്റേർഡ് ആണോ? യഥാർത്ഥത്തിൽ ചൈൽഡ് സെൻറ്റേർഡ് ആവണമെങ്കിൽ കുട്ടികളുടെ ഡെവലപ്മെൻറ്റും അവരുടെ എക്സലൻസും അവരുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയും അവരുടെ സാധ്യതകളും ഒക്കെ മാക്സിമൈസ് ചെയ്യാനായിട്ടായിരിക്കും നമ്മുടെ പ്രവർത്തനം. അങ്ങനെ അവരെ ഹാപ്പി ആക്കുകയും എക്സലൻ്റ് ആക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സമാധാനത്തോടു കൂടി ഒരു ഫ്യൂച്ചറുള്ളൂ. അത് വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.